അൽകുമാർ സാദിഖിൽ തങ്ങൾ പിന്നെയും പറയുന്നു, കമ്മ്യൂണിസത്തെ വിവിധ മതങ്ങളുടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് കേരളത്തിൽ CPM മാർക്കറ്റ് ചെയ്യുന്നത്. ഇരുതല മൂർച്ചയുള്ള തന്ത്രങ്ങളാണ് പലപ്പോഴും അവർ തിരഞ്ഞെടുക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും മുസ്ലിം ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് പ്രയാസമുണ്ടായാൽ അതിൽ പ്രതിഷേധിച്ച് പ്രസ്താവന ഇറക്കുന്ന അവർ സദ്ദാം ഹുസൈനും പലസ്തീനും കാണിച്ച് മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിക്കാറുണ്ടെന്ന് മാത്രമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും മുസ്ലിങ്ങളെ ചേർത്ത് നിർത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വർഗീയ ചുവയുള്ള പ്രത്യേക പ്രസ്താവനകൾ, ചാപ്പുകൾ ആ സമയത്ത് ഇറങ്ങും. ആ സമയത്ത് കോൺഗ്രസ് ലീഗിന് മുന്നിൽ അടിയറ വെക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറും. ശാൽകുമാർ, താങ്കൾ എത്രത്തോളം നിങ്ങൾ മതത്തെ ഉപയോഗിക്കാത്തവരാണെന്ന് പറഞ്ഞാലും ഈ വസ്തുതകൾ കേരളം കാണുകയല്ലേ? അനിൽകുമാർ, അവിടെയാണ് ഇവിടെ ഇന്ന് പറഞ്ഞ അസംബന്ധങ്ങൾക്കൊരു മറുപടി ആദ്യം പറയാം. തലശ്ശേരി വർഗീയ കലാപം നടത്തിയത് CPM ആണോ അതിനെ പ്രതിരോധിച്ച പാർട്ടിയാണോ CPM? വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട തങ്ങൾ വായിക്കണം. തലശ്ശേരിയിലെ വർഗീയ കലാപം നടത്തിയത് ആർക്കെതിരായിട്ടായിരുന്നു? ഏത് മതക്കാർക്കെതിരായിട്ടായിരുന്നു? മുസ്ലിം വിഭാഗക്കാർ അവിടെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോയ പെൺകുട്ടികളെ, ഹിന്ദു പെൺകുട്ടികളെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് തുടക്കം. ഇത് CPM ആരംഭിച്ചതാ. അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് കയ്യിരിപ്പുണ്ട്. ആ കമ്മീഷനും റിപ്പോർട്ടും ഒക്കെ ഉണ്ടായത് കരുണാകരൻ്റെ കാലത്താണ്, LDFൻ്റെ കാലത്തല്ല. അതുമുതൽ നമ്മൾ ഈ കേരള ചരിത്രത്തിൽ RSS നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ നോക്കൂ, എത്ര എണ്ണമാണ്. ടിയുപുരത്തെ കാര്യം, മാരാമൺ കൺവെൻഷൻ, പിന്നെ ശബരിമല അയ്യപ്പൻ്റെ പൂങ്കാവനം. ഈ കുമ്മനം രാജശേഖരൻ ഉദിച്ചുയർന്നത് 1984 ആ ഹിന്ദു മുന്നണി ഉണ്ടായത് എങ്ങനെയാണ്? നമ്മൾ കേരള ചരിത്രം മറന്നുപോയോ? ഇതെല്ലാം വിദ്വേഷത്തിൻ്റെ സുവിശേഷങ്ങളായിരുന്നില്ലേ? ഇത് നടത്തിയവർക്ക് ആർക്കും കുറ്റമില്ല. ഇതിനെ പ്രതിരോധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇതിനുവേണ്ടി ചോരയൊടുക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഞങ്ങളും RSSുമായിട്ട് മൂപ്പിളമത്തർക്കമൊന്നുമില്ല. ഇവിടെ വർഗീയ കലാപം നടത്തിക്കൊണ്ട് ഈ കേരളത്തെ കീഴടക്കാൻ വന്ന RSSനെ ചെറുക്കാനാണ് ഞങ്ങളുടെ സഖാക്കൾ രക്തസാക്ഷികളായത്. അപ്പം ഞങ്ങൾ അക്രമകാരികളായി. ആരാണ് പിന്നെ മാൻപേടകൾ? RSSുകാർ. അതാണ് ലീഗിൻ്റെ വേദാന്തം. ഇതേ വടകരയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാവ്, DYFI സഖാവ് ബിനുവിനെ എന്തിനാണ് കൊന്നത്? നിങ്ങളിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ്റെ വേദന പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനെ അവിടെ കൊന്നു. എന്തിനാണ് കൊന്നത്? അദ്ദേഹം ഒരു സ്ത്രീയെ മാനഭംഗം ചെയ്തു, ബലാത്സംഗം ചെയ്തു. അതിന് കോഴിക്കോട് കടപ്പുറത്തൊക്കെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ലീഗിൻ്റെ. അവസാനം ആ സ്ത്രീ എന്താ പറഞ്ഞത്? ലീഗ് നേതാക്കൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അപ്പോൾ DYFI പ്രവർത്തകന് ജീവൻ പൊക്കഴിച്ചു. ഇവിടെ ഒരു ഇരയെ കൊണ്ടു നിർത്തി ഹാഷ്മി ഇങ്ങനെ വലിയ അവതാരമൊക്കെ നടത്തുമ്പോൾ ബിനുവിൻ്റെ ആത്മാവിനെ കൊണ്ട് ഇവിടെ ഇരുത്തുമോ നിങ്ങൾ? ബിനുവിനെ കൊണ്ടിരുത്താൻ പറ്റുമോ സാർ? ഞങ്ങളിതെല്ലാം അനുഭവിച്ചവരാണ്. എന്നിട്ട് അതെ, ബിനുവിനെ കൊണ്ട് ഇരുത്തുമെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടിരുമ്പോൾ ഇവിടെ ഒരു ഏതോ ഒരു സ്ക്രീൻഷോട്ട് നല്ല വന്നത്, ഇരകൾക്കൊപ്പം ഉണ്ടെന്ന്. അത് ബിനുവാണെങ്കിലും കാസിമാണെങ്കിലും ഇരകൾക്കൊപ്പം ഉണ്ട്. ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ പറയട്ടെ. താങ്കൾക്ക് കാസിമിനോട് വല്ലാത്ത പുച്ഛം തോന്നുന്നുണ്ട്. നിങ്ങൾ വേട്ടയാടിയ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ആ കുറ്റബോധത്തിൽ, ആ കറുത്ത കളങ്കത്തിൽ ജീവിതകാലം മൊത്തം ജീവിച്ച് തൂങ്ങി വരിക്കണമെന്നാണോ അനിൽകുമാർ പറയുന്നത്? പറ്റില്ല. കൂടെ നിൽക്കും, ഇരയ്ക്കൊപ്പം നിൽക്കും. അത് ബിനുവാണെങ്കിലും കാസിമാണെങ്കിലും. അല്ല, നിങ്ങൾ ആദ്യം സമാധാനം പറ. ഇരയ്ക്കൊപ്പം നിങ്ങൾ നിന്നില്ല, ബിനുവിനൊപ്പം നിങ്ങൾ നിന്നില്ല ഹാഷ്മി. നിങ്ങൾ ബിനുവിന്റെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾ അസ്വസ്ഥനായി. എന്തിനാണ് നിങ്ങൾ അസ്വസ്ഥനായി? താങ്കൾക്ക് പൊള്ളുന്ന എന്തിനാണ്? ഒരു കാസിം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പയ്യനെ കാണുമ്പോൾ താങ്കൾക്ക് പൊള്ളേണ്ട കാര്യം എന്താണ്? താങ്കൾ CPM സംസ്ഥാന സമിതി അംഗമല്ലേ? ഹാഷ്മി, എനിക്ക് പൊള്ളുന്നത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് കെട്ടുകഥ പറയുമ്പോൾ എനിക്ക് പൊള്ളും. അത് ഞാൻ പൊള്ളുന്നത് നിങ്ങളോട് വ്യക്തിപരമായിട്ട്. കെട്ടുകഥ ഉണ്ടാക്കി നിങ്ങളാണ് സാർ, അതാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ സഖാക്കൾ ഉണ്ടാക്കി സമൂഹത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കി എന്നതാണ് പോലീസ് തന്നെ പറഞ്ഞു വരുന്നത്. കൊന്നത് കെട്ടുകഥയാ? ഹാഷ്മി ഇപ്പം കോട്ടയത്ത് കേരളത്തിലെ DGP ആയോ? നിങ്ങൾക്ക് എന്നാ പണി കിട്ടിയത്? CPM ഇപ്രകാരം ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതിൽ പങ്കുണ്ടെന്നല്ല കേരള പോലീസ് കണ്ടെത്തിയത്. ഞാൻ പറഞ്ഞത് അതൊക്കെ കൈവച്ചാൽ മതി. CPM-നെയോ സഖാക്കളെയോ കുറ്റപ്പെടുത്തി ഒരെണ്ണം കാണിക്കുക. അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് പോരാളി ഷാജിയിലേക്ക് പോവാന്ന് പറയാ. കാണിച്ചെന്നാ CPM-നെ കുറ്റപ്പെടുത്തി റിപ്പോർട്ട്. അമ്പാടിമുക്ക് സഖാക്കളിലേക്കും പോരാളി ഷാജിയിലോട്ട് പോവാ. അതിനും MV ജയരാജൻ മുൻകൂർ ജാമ്യം എടുത്തു. അതാണ് പറഞ്ഞത്. സാർ, ഈ പോലീസ് റിപ്പോർട്ട് വന്നപ്പോഴേക്ക് MV ജയരാജൻ വന്ന് മുൻകൂർ ജാമ്യം എടുത്തു. പോരാളി ഷാജി ഞങ്ങളിൽപ്പെട്ടവരല്ല. മിസ്റ്റർ ഹാഷ്മി, ഞാനൊരു കാര്യം പറയട്ടെ. മുൻകൂർ ജാമ്യമാ വരാൻ പോകുന്ന റിപ്പോർട്ട് എന്തായിരിക്കും? ഇത് തന്നെ ആവില്ല. അതുകൊണ്ടാവില്ല മുൻകൂർ ജാമ്യം. ഹാഷ്മി പണ്ടൊരു കടത്തുകാരനുമായിട്ട് വന്നല്ലോ. ഹാഷ്മി ഒരു കടത്തുകാരനുമായിട്ട് പണ്ട് വന്നല്ലോ. ഹാഷ്മി പണ്ടൊരു കടത്തുകാരനുമായിട്ട് വന്നല്ലോ.
എത്രയോ കടത്തുകാരെ ഞങ്ങൾ കണ്ട കാശ്. അയ്യേ അനിൽകുമാർ, ഇതൊന്നും താങ്കൾ ഈ ഞങ്ങളുടെ നിലവാരം ചാർജ് താഴില്ല. തരാൻ ആരും ശ്രമിക്കണ്ട. ഞാൻ ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് വിളിച്ചത് ഇതിന്റെ CPM ഒരു സംസ്ഥാന ആവശ്യമില്ല. സമിതി അംഗത്തെയാണ്, പറയട്ടെ അല്ലാതെ ഒരു ഞാൻ സൈബർ പറയട്ടെ. കടന്നലിനെയോ പോരാളി നിങ്ങളുടെ ഷാജിയോ അല്ല. തടസ്സപ്പെടുത്താതെ. പക്ഷേ അനിൽകുമാർ, സംസ്ഥാന സമിതി അംഗം പറയുന്നത് ഞാൻ CPM-ന്റെ സംസ്ഥാന സമിതി അംഗത്തെ കൊണ്ട് ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയേക്കാണ്, അല്ലാതെ ഒരു പോരാളി ഷാജിയെ അല്ല ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അല്ലല്ലല്ല, MV ജയരാജൻ തള്ളി പറഞ്ഞ പോരാളി ഷാജി അല്ല ചർച്ചയ്ക്ക് കൊണ്ടിരുത്തിയിരിക്കുന്നത്. ഞാൻ കടത്തുകാരൻ ആരാണെന്നും എന്താണെന്നും എന്തുകൊണ്ട് ആ പേര് പറഞ്ഞില്ലെന്നും ഞാൻ ആ ചാനലിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുകൊണ്ട് പറയുന്നത്. പോരാളി ഷാജി ആവല്ലേ, അങ്ങ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാവും പ്ലീസ്. ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്താം. ഞാൻ പറയട്ടെ, ഞങ്ങൾക്കെതിരെ അവതാരങ്ങൾ കുറെ വരും. CPM-ന് കേരളത്തിലെ സ്വർണ്ണക്കടത്തിന്റെ ഓഹരി കൊടുക്കുന്നു എന്ന് വിരുദ്ധം പറയുന്നു, ഒരാളെ അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടെത്തിയോളെ കാശ്മീർ? അതൊക്കെ കണ്ടെത്തി സാർ. ഞാൻ പറയുന്നത് നിങ്ങൾ സർ, കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുമാരെ കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുമാരെ ബന്ധത്തിന്റെ പേരിൽ വെളിപ്പെടുത്തി. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ആൾക്കോട് ചോദിക്കട്ടെ, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുമാരുമായി ബന്ധത്തിന്റെ പേരിൽ പാർട്ടിക്കാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലേ അനിൽകുമാറെ? അനിൽകുമാർ, കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ അനിൽകുമാർ? കണ്ണൂരിൽ ഈ സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? എന്റെ വാദം ഞാൻ പറയട്ടെ. പറയൂ. എൻ്റെ വാദം ഞാൻ കൃത്യമായിട്ട് പറയുന്നു. ഒന്നാമത്തെ വാദം, CPM-ന് കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിൻ്റെ 10 ഓഹരിയുണ്ട് എന്നൊരാൾ നിങ്ങളുടെ ചാനലിൽ പറഞ്ഞു, നിങ്ങളുള്ളൊരു ചാനലിൽ പറഞ്ഞു. ആ കടത്തുകാരൻ ആരാണെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ മറുത്തൊരു ചോദ്യം ചോദിക്കുന്നു, കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുമാരുമായി ബന്ധത്തിന്റെ പേരിൽ പാർട്ടി പ്രവർത്തകർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? മറുത്തവിടെ നിൽക്കട്ടെ. താങ്കൾ ഇല്ലെന്ന് പറയൂ. അനിൽകുമാർ ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? അനിൽകുമാർ ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? മറിക്കേണ്ടെന്ന് ദയവായി കേൾക്ക്. അങ്ങേക്ക് ഇല്ലെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഞാൻ പറയട്ടെ, കടത്തുകാരൻ അവിടെ കിടപ്പുണ്ട് സാർ. പറയട്ടെ, CPM-ന് നിങ്ങളുടെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലയെ ചോദിക്ക് ആരാണ് കടത്തുകാരൻ, അവർ പറയും. അത് ഏതോ കാലത്ത് ഏതോ ചാനലിലൂടെ ചർച്ചയില്ല, ഇപ്പൊ എടുത്തേണ്ട കാര്യമുണ്ടോ? ഞാൻ അതാ പറയുന്നത്, ഉത്തരം വിട്ടപ്പോ പോരാളി ഷാജി ആവല്ലേ? ചോദിക്കുന്നത് ഞാൻ അതാ പറയുന്നത്, അങ്ങ് ഉത്തരം വിട്ടപ്പോ പോരാളി ഷാജി ആവല്ലേ? പറയട്ടെ ഹാഷ്മി, ഒരു കാര്യം, ഞാൻ ഈ ചർച്ചയ്ക്ക് ഇരിക്കണ ഹാഷ്മിയോട് ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് ഒരു കാര്യം കേൾക്കണം. നിങ്ങൾ ഇങ്ങോട്ടൊന്നും ചാർത്തി തരണ്ട. ഞാൻ പറയുന്ന കാര്യം കൃത്യമാണ്. CPM-ന് കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ 10 ഓഹരി ഉണ്ടെന്ന് ഒരാൾ നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു. ആ കേട്ട ആ ശബ്ദത്തിന്റെ ഉടമ ഇതുവരെ ആ ശബ്ദത്തിന്റെ ഉടമ പറയട്ടെ. ഞാൻ പറഞ്ഞില്ല ഏത് കാലത്തുണ്ടായ ചർച്ചയാണ്. താങ്കൾ പിന്നെയും ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മുടെ ചർച്ചയ്ക്ക് വിലപ്പെട്ട സമയം നിങ്ങളുടെ പോരാളി ഷാജിമാരുടെ ക്യാപ്സ്യൂൾ ഇറക്കാനുള്ള സമയം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്കൾ വിഷയത്തിലേക്ക് ഓഡിയോ ക്ലിപ്പ് ഞാൻ പറഞ്ഞില്ലേ സർ, കണ്ണൂരിൽ സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുള്ള സഖാക്കളെ പുറത്താക്കിയിട്ടുണ്ടോ പാർട്ടി? സ്വർണ്ണക്കടത്തുകാരുമായി ഞാൻ ചോദിക്കട്ടെ, പറയാം ഒരു കാര്യം വ്യക്തതയോടെ പറയാം. നിങ്ങൾ ഇവിടെ ഈ ചാനലിൽ പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പാന്ന് പറഞ്ഞു. ആരുടേത്? സാർ, ഈ ചാനലല്ല, അത് മറ്റൊരു ചാനലാണ്. അത് മറ്റൊരു ചാനലാണ്. കണ്ടെത്തിയിട്ടില്ല. ശാൽകുമാർ ഏതോ കാലത്ത് ഞാൻ പറയട്ടെ ഹാഷ്മി, താങ്കൾ അത് പിന്നെയും എടുത്തിടുകയാണെങ്കിൽ നിങ്ങൾ പുണ്യവാളന്മാരാണെങ്കിൽ കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധത്തിന്റെ പേരിൽ സർ അനിൽകുമാർ അതിൽ എന്ത് പറയാൻ കേൾക്കാനല്ല അനിൽകുമാർ, ഈ കണ്ണൂരിൽ സ്വർണ്ണക്കടത്ത് ബന്ധത്തിന്റെ പേരിൽ പാർട്ടി സഖാക്കൾക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്തെന്നല്ല, ഏത് തെറ്റായ കാര്യം ചെയ്താലും പാർട്ടി നടപടി എടുക്കുന്നുള്ളതാണ് CPM-ന്റെ നയം. അപ്പൊ കടത്തുകാരൻ അവിടെ കിടപ്പുണ്ട്, അവിടെ ചോദിച്ചാൽ മതി. ഞാൻ ഉത്തരം പറയാം. അത് പറയട്ടെ. പറയല്ല. ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നിവർ വ്യാജമായി ഉൽപ്പാദിപ്പിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്. അത് പോലീസ് കണ്ടെത്തിയെന്നാണ് നിങ്ങളുടെ വാദം. ഞാൻ നിങ്ങളുടെ വാദത്തിൽ ഉറച്ചു എന്ന് പറയുന്നു. ഇതേപോലെ ഒരു വ്യാജമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഉറപ്പിച്ചപ്പോ അതിന്റെ ഉടമ ആരാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഉറപ്പിച്ചപ്പോ താങ്കൾ ഇതുമായി ചർച്ചയുമായി യാതൊരു ബന്ധവുമില്ലാത്ത താങ്കൾക്ക് മറുപടി പറയാനില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ താങ്കൾ പറയുകയാണ്. താങ്കളുടെ മുൻ MLA CPM ജില്ലാ സെക്രട്ടറിയുടെ ഭാര്യ ഷെയർ ചെയ്ത ആ സ്ക്രീൻഷോട്ട് കള്ള സ്ക്രീൻഷോട്ടാണ്.
നിങ്ങൾ പരാതി കൊടുത്ത കാസിം അല്ല സ്ക്രീൻഷോട്ട് ഉടമസ്ഥൻ. കാസിം തന്നെ വന്നിരുന്നു പറയുന്നു. ആ പോലീസ് പറയുന്നു അദ്ദേഹം ഒരു വക്കീലല്ലേ? സർ പോലീസ് പറയുന്നു അത് കാസിം അല്ലെന്ന് പറയുന്നു. പോലീസ് പറയുന്നു പോരാളി ഷാജിയിലേക്കും അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് പോകുന്നു. അമ്പാടിമുക്ക് സഖാക്കളിലാണ് ഇത് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇത് വന്നതിന് ശേഷം അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് പേജ് അങ്ങ് മിണ്ടാതെ അങ്ങ് താഴേക്ക് കുനിഞ്ഞു. പിന്നെ 4 ദിവസം കഴിഞ്ഞാണ് പൊങ്ങുന്നത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ശാൽകുമാർ അത് പറയുന്നതിന് പകരം ഏതോ കാലത്തെ കാര്യം ചോദിക്കണം അങ്ങ്. അങ്ങനെ അതിന് മറുപടി ഉണ്ടേ പറ. ഇല്ലെന്നുണ്ടെങ്കിൽ പറയൂ. എന്റെ സമയമാണോ എനിക്ക് പറയാമോ? ഓ പറയാം. എന്റെ സമയമാണോ എനിക്ക് പറയാമോ? പറയാം സർ. ഞാൻ കൃത്യമായിട്ട് പറയുന്നു. സി പി എമ്മിന്റെ വടകരയിലെ കമ്മിറ്റി പരാതി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കെ ലതിക സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ സ്ക്രീൻഷോട്ടുകൾ നമുക്കെതിരെ പ്രചരിപ്പിക്കുന്നു. അത് കെ ലതിക എന്താ പറഞ്ഞത് നിങ്ങളത് കാണിച്ചു നോക്ക്. നിങ്ങൾ പറഞ്ഞ പോലെ വെറുതെ ഷെയർ ചെയ്ത് കയറ്റുകയല്ല ചെയ്തത്. പരാതിയുമായി ബന്ധപ്പെട്ട് അവർ ഔദ്യോഗികമായി ജനങ്ങളോട് പറയുക ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളത് പരിശോധിക്കുക. ഇനി ഈ ചർച്ചയിൽ എന്താ പറഞ്ഞത്? തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ CPM പണിയെടുത്തു. അതിനെന്താ ചെയ്തത്? ഒരു മീഡിയ വണ്ടിൻ്റെ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തക വനിതയുടെ തോളത്ത് ഒരാൾ കൈവച്ചു. അപ്പോൾ എൻ്റെ തോളത്ത് കൈവെക്കുന്നത് സിനിമാ നടനായതുകൊണ്ട് പുളകം കൊള്ളണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ആരാണ്? എനിക്കത് പുളകമല്ല, എനിക്കത് വിദ്വേഷകരമായ തെറ്റായൊരു സ്പർശനമാണെന്ന് ഒരു വനിതയ്ക്ക് തോന്നിയാൽ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന മുസ്ലിം ലീഗിൻ്റെ പുതിയ ജൂറിസ്പ്രുഡൻസ് കേരളത്തിൽ നടപ്പാവൂല. അത് നരേന്ദ്രമോദിയുടെ ജൂറിസ്പ്രുഡൻസാണ്. അത് ബഹുമാനപ്പെട്ട ഷാഫി ജാലി ഇവിടെ വന്ന് പറയുമ്പോൾ നിങ്ങൾ BJPയുടെ അടിമകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് UDFൻ്റെ വോട്ട് ചോർന്നുപോയി, LDFൻ്റെ വോട്ട് വർദ്ധിച്ചു, UDFൻ്റെ വോട്ട് ചോർന്നുപോയി. UDFൻ്റെ വോട്ട് ചോർന്നു പോയ അവിടെ UDFൻ്റെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ആളുകൾ CPMൻ്റെ തലേ കയറുക. എന്തിനാ തലേ കയറുന്നത്? അവിടെ വോട്ട് ചോർന്നത് നിങ്ങൾക്കല്ലേ, UDFനല്ലേ? തൃശ്ശൂരിലെ കാര്യത്തിൽ LDFന് കഴിഞ്ഞ വോട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. UDFൻ്റെ 85,000 വോട്ട് കാണാതെ പോയതിന് ഇതിന് ഞങ്ങളുടെ തലേ പിറവെക്കാൻ വന്നാലോ? അപ്പം എന്തെല്ലാം ആഖ്യാനങ്ങൾ ഞങ്ങൾക്കെതിരായി. ഞങ്ങൾ ഒരു കാര്യം പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്ത്യ രാജ്യത്ത് ആരാണ് വർഗീയതയ്ക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ നിലപാട് സ്വീകരിച്ചത്? നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറഞ്ഞപ്പോൾ ആരാ പറഞ്ഞത്? ആരാ കേരളത്തിൽ ഇന്ത്യയിൽ നുഴഞ്ഞു കയറ്റക്കാർ? ആരാണ് സന്താനോൽപാദന ഫാക്ടറി പ്രയോഗം നടത്തിയ ആരാണ്? ഇതെല്ലാം വളരെ വളരെ മര്യാദയ്ക്ക് കേരളത്തിൽ നടന്നൊരു കൂട്ടരാണോ? ഞാൻ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യരോട് പറയാണ്, RSSന്റെ തലവൻ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെല്ലാം ഒളിച്ച് കളിക്കാൻ വേണ്ടിയാ. ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് ഒളിഞ്ഞു മാറാൻ വേണ്ടി RSSന്റെ കുബുദ്ധിയ. ഗാന്ധിവധം പോലെ RSS ഒഴിഞ്ഞു നിൽക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് മോദിക്കുണ്ടായ തിരിച്ചടിയിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയാനാണ് ഈ നരേന്ദ്രമോദി ഇങ്ങനെ മതപരമായ വേട്ട നടത്തിയപ്പോൾ, മുസ്ലിം ബഡ്ജറ്റ് ഹിന്ദു ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ, സന്താനോൽപാദന ഫാക്ടറികളെ കുറിച്ച് പറഞ്ഞപ്പോൾ RSSന്റെ തലവും മിണ്ടിയോ? ഇതൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ നടത്തി ഈ സമൂഹത്തെ ഭിന്നിപ്പിച്ച നരേന്ദ്രമോദിയെ നിലനിർത്തിയപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ആരെയും ബാധിക്കത്തില്ല. ഇത് പിന്നെ കുന്തിരിക്കം കരുതിക്കോ, അവലും മലരും കരുതിക്കോ. ഇതാരാ പറഞ്ഞത്? SDPI. ഈ SDPIയുടെ വോട്ടാർക്കായിരുന്നു. പിന്നെ MMSനും അമീറും കൂടെ കൂടിക്കാഴ്ച നടത്തിയില്ലേ? കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ ET മുഹമ്മദ് ബഷീറും അമീറുമായി കൂട്ടിക്കാഴ്ച നടത്തിയില്ലേ? അതുകൊണ്ട് ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ നയിക്കാൻ പോകുന്നു എന്ന വർഗീയ നറേറ്റീവ് ഉണ്ടാക്കുകയാണ് CPM. ഓക്കെ. എന്നിട്ട് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി കേരളത്തെ നയിക്കാൻ പോകുന്നൊരു ഞങ്ങളൊരു നറേറ്റീവ് ഉണ്ടായിട്ടില്ല. കോടിയേരി പറഞ്ഞാണ്. ഞങ്ങൾ കൃത്യമായിട്ട് തെറ്റിയത് അല്ലല്ല, അങ്ങേക്ക് തെറ്റിയത്. അങ്ങേക്ക് ചെറിയ ഓർമ്മ കോടിയേരി പറഞ്ഞതാണ്. കോടിയേരി പറഞ്ഞു ഈ ഇലക്ഷന്റെ കാര്യമല്ല, ഞാൻ ഈ ഇലക്ഷന്റെ കാര്യമല്ല പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഉദ്ദേശം ഹിന്ദു ധ്രുവീകരണമായിരുന്നു. അന്ന് ഉപയോഗിച്ചാണത് സർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് പിണറായിക്ക് ഭരണ തുടർച്ച കിട്ടിയ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടത് ഹിന്ദു ധ്രുവീകരണമായിരുന്നു. അന്ന് ഉപയോഗിച്ച പ്രയോഗമായിരുന്നു ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി. കോടിയേരി പറഞ്ഞതാണ്. അതെ, ഞങ്ങൾ നാളെയും പറയും. ഹസനും അമീറോട് വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ പറയും. അതിനെന്താ തെറ്റെന്താ? അതിനെന്താ തെറ്റ്? കാശ്മീർക്ക് എന്താ ബുദ്ധിമുട്ടെന്താ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കണ്ണൂർ രമംഗോസനും അമീറോട് കൂടി LDFനെ തോപ്പിക്കാൻ വന്നാൽ ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ ഹാഷ്മിക്ക് പ്രശ്നം? സർ എന്തിനാണ് സർ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന പേര് ചേർത്ത് വെക്കുന്നത്? എന്തിനാണ്? ഹാഷ്മി എന്തിനാ ബുദ്ധിമുട്ട്? അന്ന് VD സതീശനല്ലേ പ്രതിപക്ഷ നേതാവ് അല്ലേ? ഹസന്റെ പേര് എങ്ങനെയാണ് വരുന്നത്? ഹസനും അമീറോടല്ലേ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പൊ എന്തിനാ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന പേര് ചേർത്ത് വെച്ച് പറയുന്നത്? എന്തിനാണ് ഓർമ്മക്കുറവ് വരുന്നത്? താങ്കൾക്ക് ഓർമ്മക്കുറവ്? കോടിയേരി പറഞ്ഞ സാധനം ഓർമ്മക്കുറവ് വരുന്നത്. അത് കോടിയേരി പറഞ്ഞ സാധനം. കൂടിക്കാഴ്ച നടത്തി. ഹസനും അമീറോട് കൂടിക്കാഴ്ച നടത്തിയാൽ ആ കാര്യം പറയുന്നത് എന്താ ഓർമ്മക്കുറവ്? അപ്പൊ അതുകൊണ്ട് ഹസനും അമീറും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് അന്ന് UDF കൺവീനർ ചേർന്ന് നാട് ഭരിക്കും, അങ്ങനെയാണോ?
അപ്പൊ ചർച്ച നടത്തിയ ഹസൻ ആയതുകൊണ്ട് ഹസനും അവര് കൂടിക്കാഴ്ച നടത്തിയാൽ അതല്ലേ പറയേണ്ടത്? അല്ല അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയാൽ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടിക്കാഴ്ച നടത്തിയാൽ ആ കാര്യം ഞങ്ങൾ പറയണ്ടേ? അപ്പൊ അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയാൽ UDF കൺവീനറും സർ UDF കൺവീനറും ബാക്കി രണ്ട് രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് നാട് ഭരിക്കുമെന്നാണ് പറയേണ്ടത്. ഞങ്ങളത് പറയുന്ന വർഗീയം. ശരി, പൂർണ്ണ നിഷ്കളങ്കമാണ്. നടത്തുന്നതെല്ലാം കാശ്മീരുടെ രാഷ്ട്രീയം മനസ്സിലായി. കാശ്മീരുടെ രാഷ്ട്രീയം മനസ്സിലായി. ശരി 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 ഓക്കെ. കാശ്മീരുടെ രാഷ്ട്രീയം മനസ്സിലായി. ശാൽകുമാർ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ച നടത്തുന്ന വർഗീയം. ഓക്കെ 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 കുഴപ്പമില്ല മനസ്സിലാവും. നിങ്ങളുടെ രാഷ്ട്രീയം കേൾക്കുന്നവർക്ക് മനസ്സിലായില്ല. കാശ്മീർ ഇന്നത്തെ ട്യൂഷൻ നന്നായി. ശരി ശ്രീ അൽകുമാർ, കാശ്മീർ ഇന്നത്തെ ട്യൂഷൻ നന്നായി. അൽകുമാർ അവർ കൂടിക്കാഴ്ച കരിപ്പൂർ വിമാനത്താവളത്തിൽ ചൂണ്ടിക്കാട്ടിയാൽ വർഗീയമാകും. ആ ട്യൂഷൻ മനസ്സിലായി. ശരി, കരിപ്പൂർ വിമാനത്താവളത്തിൽ അർജുനായങ്കി ഉപയോഗിച്ച ഒരു കാറിന്റെ ഉടമയുണ്ട്, സജേഷ് എന്നാണ് പേര്. സജേഷ് ചെമ്പിലോട് ലോക്കലിൽ കൊയ്യോട് മൊയ്യാരം ബ്രാഞ്ചിൽ നിന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു കള്ളക്കടത്തുകാരനുമായി ബന്ധത്തിന്റെ പേരിൽ. അപ്പൊ കടത്തുകാരൊക്കെയാണ്, കടത്തുകാർക്ക് കഞ്ഞി വെച്ചവരാരൊക്കെയാണെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചോദിക്കണം അനിൽകുമാർ. മറുപടി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കടത്തുകാരനാരാന്ന്. ഷാഫി ചാലിയും ഞാൻ മറുപടി പറയാം. ഇല്ല അതിന് മറുപടി പറഞ്ഞു പോകും. 17 മിനിറ്റ് സംസാരിച്ചു. കാര്യം പറഞ്ഞാൽ മറുപടി നമ്മുടെ വിഷയം അതല്ല, താങ്കൾ അത് എടുത്തിട്ടതാണ് വിഷയം. നമ്മുടെ വിഷയം അതല്ല, താങ്കൾ അത് എടുത്തിട്ടതാണ് വിഷയം. താങ്കളുടെ പാർട്ടിക്കെതിരെ അല്ല പറഞ്ഞത്. കള്ളക്കടത്തുകാരുടെ ബന്ധത്തിന്റെ പേരിൽ നടപടിയെടുത്തു എന്ന പാർട്ടിക്കാർക്കെതിരെ അവരോട് ഞാൻ കൃത്യമായിട്ട് പറയാം. എന്റെ വാക്ക് കേൾക്കൊണ്ട് പറയൂ എന്താ. ശശി തരൂരിന്റെ PA പിടിച്ചപ്പം ആരുടെ പേരിലാണ് നടപടി? അതുപോലെ CPM-ന്റെ ഭാഗമായിട്ട് ഏതോ ഒരു ഗ്രൂപ്പിലോ കാൻഡിഡേറ്റോ ഒരുത്തൻ അവനെ നടപടി എടുത്ത് ഞങ്ങൾ പുറത്താക്കി. അത്ര പറഞ്ഞോളൂ സാർ, ഞാൻ അത്രേ പറഞ്ഞോളൂ. കടത്തുന്നതിന്റെ 10% അത്രേ ഞാൻ പറഞ്ഞോളൂ. കടത്തുകാരൻ ആരാണെന്നും പാർട്ടിക്കാരൻ എങ്ങനെ കിട്ടുന്നത് അന്വേഷിക്കാം. അവിടെ നിങ്ങൾ കച്ചവടം ചെയ്തു, അത് അവിടെ അന്വേഷിക്കാൻ അനിൽകുമാറെ. കടത്തുകാരനോട് ചോദിക്ക്. നിങ്ങൾ പ്രക്ഷേപണം ചെയ്തു. മൊയ്യാരം ബ്രാഞ്ചിലെ കടത്തുകാരനോട് ചോദിക്ക്. അല്ലെ കടത്തുകാരന്റെ കൂട്ടുകാരോട് ചോദിക്ക്. കടത്തുകാരന്റെ കൂട്ടുകാരോട് ചോദിക്കാൻ അനിൽകുമാറെ. എന്നിട്ട് ഇവിടെ വന്ന് പോരാളി ഷാജിയുടെ ക്യാപ്സ്യൂൾ ഇറക്ക്. മുഖം മറയ്ക്കാൻ നോക്കണ്ട. ശരി, നിങ്ങളുടെ സത്യസന്ധത ഇല്ലായ്മ എന്താണ്? നിങ്ങളുടെ ഔചിത്യമില്ലായ്മ എന്താണ്? നിങ്ങളുടെ മര്യാദയില്ലായ്മ എന്താണ്? അത് CPM-ന്റെ തലയിൽ ഒരു വ്യാജ ഓഡിയോ തലയെ വെച്ചു. ആ പണി വേണ്ടെന്നാ പറഞ്ഞത്. ആ പണി ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ചോദിക്ക്. സജേഷ് അടക്കം സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്ക് ഈ കടത്തുകാരുമായിട്ട് ബന്ധമൊന്നും ചോദിക്കുക. അതൊക്കെ വേറെ കാര്യം. അത് ചോദിച്ചിട്ട് വാ. ശരി, അത് ചോദിക്ക്. അത് അതിപ്പോ ചോദിക്കും. വ്യാജ ഓഡിയോ ഉണ്ടാക്കുന്ന പണി നിർത്തൂ. ഷാഫി, നിങ്ങൾ മാധ്യമപ്രവർത്തകരെ ഞങ്ങൾക്കെതിരെ വ്യാജ ഓഡിയോ ഉണ്ടാക്കുന്ന പണി സ്വർണ്ണ കള്ളക്കടത്തുകാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിട്ട പാർട്ടി സഖാക്കളോട് പോയി ചോദിച്ചിട്ട് വാ. നവ പാർട്ടി സഖാക്കളുമായി ചോദിച്ചിട്ട് വാ. ഈ കടത്തിയത് ആർക്ക് വേണ്ടിയാണ്, ഇതിന്റെ പങ്ക് ഇങ്ങോട്ട് പോയി സാർ നിങ്ങളുടെ സഖാക്കളോട് ചോദിക്കും. നിങ്ങളുടെ സഖാക്കളോട് ചോദിക്കും. സാർ നടപടി നേരിട്ട സഖാക്കളോട് ചോദിക്കും. നടപടി നേരിട്ട സഖാക്കളോട് ചോദിക്കും. നടപടി നേരിട്ട സഖാക്കളോട് ചോദിര്. കടത്തുകാരനാരും എന്നോടല്ല അനിൽകുമാർ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കെതിരെ അതിന്റെ ഭാഗമായ ശബ്ദമാണ്. ആ ശബ്ദം ഒന്നും കേരളത്തിൽ ചിലവാകൂല. കാശ്മീർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ടു. ഷാഫി ശരി ശരി ഷാഫി 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 ഷാഫി